ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. മന്നവനാമേശുവിനോടു കൂടെ വാണിടും മന്നവനാമേശുവിനോടു കൂടെ വാണിടും ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും ഉയർപ്പിൻ ജീവനാൽ നിത്യജീവൻ നൽകും കർത്താവിനോടു കൂടെ നിത്യവാസമാമേ കർത്താവിനോടു കൂടെ നിത്യവാസമാമേ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ചിന്തിക്കാൻ പോകുന്നത് ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ വളർച്ചയെക്കുറിച്ചാണ്. സദൃശവാക്യം 11-ാം അധ്യായം 28-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. തൻ്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും, നീതിമാന്മാരോ പച്ചയില പോലെ തഴയ്ക്കും. Trust in money and down you go. Trust in God and flourish as a tree. ചിലർ വീഴും, ചിലർ തഴയ്ക്കും. ആത്മീയ രംഗം തന്നെയാണത്. ഇത് ആത്മീയവും അനാത്മീയവും തമ്മിലുള്ള കാര്യമല്ല പറയുന്നത്. ആത്മീയ രംഗത്ത് തന്നെ ചിലർ തഴയ്ക്കും, ചിലർ വീഴും. എന്തുകൊണ്ടാണ് താഴോട്ട് പോകുന്നത്? അധ്വാനിക്കാഞ്ഞിട്ടല്ല, പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, പഠിക്കാഞ്ഞിട്ടല്ല. പക്ഷേ ഇതെല്ലാം ചെയ്താലും ചിലരെ വളരും, ചിലർ താണുപോകും. ദൈവമക്കളെ, ഇതൊരു സത്യമല്ലേ? നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമല്ലേ ഇത്? എന്തെല്ലാം ചെയ്തിട്ടും പഠിത്തം ശരിയാകുന്നില്ല, ജോലി ശരിയാകുന്നില്ല, അഭിവൃദ്ധി ഉണ്ടാകുന്നില്ല, ഐശ്വര്യം ഉണ്ടാകുന്നില്ല. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്? ആ വാക്യം വായിച്ചാൽ നമുക്ക് കാണാം, നീതിമാൻ്റെ വളർച്ചയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ 28-ാമത്തെ വാക്യം, തൻ്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴും, നീതിമാന്മാരോ പച്ചയില പോലെ തഴയ്ക്കും. ദൈവത്തിന് സ്തോത്രം. ഇംഗ്ലീഷിലെ ഒരു പരിഭാഷ പ്രകാരമാണ്, ദ റൈറ്റിയസ് അൺകോംപ്രമൈസിങ് ഷാൽ ഫ്ലറിഷ് ലൈക്ക് ഗ്രീൻ ബോ. എന്ന് വെച്ചാൽ നീതിമാൻ ഒരു പച്ച ഇല പോലെ, ഒരു ചെറിയ വൃക്ഷത്തിലെ ഒരു പച്ച ഇല പോലെ, അല്ലെങ്കിൽ ഒരു പച്ച മുള ഉണ്ടാകുന്നത് പോലെ അവൻ വളർന്നു വരും. നീതിമാനാകണം. ജീവനുള്ള ക്രിസ്തുവിനോട് ചേർന്നുള്ളതായ ഒരു ബന്ധത്തിലേക്ക് വരണം. മനുഷ്യൻ ആത്മീയമായി വളരണമെങ്കിൽ ഒരു സഭയിലെ മെമ്പർഷിപ്പ് പോരാ, ഒരു കൂട്ടായ്മയിലെ അംഗത്വം പോരാ. പ്രിയപ്പെട്ടവരെ, ഒരു ബാപ്റ്റിസം, അതേ മാമോദീസ സ്നാനം, ഇതൊന്നും മതിയായതല്ല. ആ മനുഷ്യൻ വ്യക്തിപരമായി ക്രിസ്തുവിനോട് ചേർന്ന് വരണം, രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണം, ബോൺ അഗൈൻ അനുഭവത്തിലേക്ക് വരണം. എങ്കിൽ മാത്രമേ മനുഷ്യന് വളർച്ചയുണ്ടാവുകയുള്ളൂ. ആത്മീയമായ വളർച്ചയും അതിനോട് ചേർന്നതായ ഭൗതികമായ വളർച്ചയും. ആത്മാവ് ശുഭമായിരിക്കുന്ന പോലെ എല്ലാ കാര്യത്തിലും ശുഭമായും സുഖമായും ഇരിക്കണമെന്ന് ഭഗവാനായ അപ്പോസ്തലൻ ഓർപ്പിക്കുന്നുണ്ടല്ലോ.
പ്രിയപ്പെട്ടവരെ, എങ്ങനെയൊരു റൈറ്റിയസ് മാനാകാൻ പറ്റും? ഒരു നീതിമാനാകാനായിട്ട് എങ്ങനെയാണ് സാധിക്കുക? മനുഷ്യനെ കൊണ്ട് അത് സാധിക്കുന്ന കാര്യമാണോ? അത് സാധ്യമല്ല എന്ന് പറയുന്നവരുമുണ്ട്, അത് സാധ്യമാണോ എന്ന് പറയുന്നവരെയും നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കാനായിട്ട് സാധിക്കും. ഇയ്യോബിൻ്റെ പുസ്തകം നമുക്കെടുക്കാം. അതിൻ്റെ 9-ാം അധ്യായത്തിലെ 1-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. അതിന് ഇയ്യോബ് ഉത്തരം പറഞ്ഞ എന്തെന്നാൽ, അത് അങ്ങനെ തന്നെ എന്ന് എനിക്കും അറിയാം. നിശ്ചയം ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെ? അത് ദൈവസന്നിധിയിൽ മർത്യൻ നീതിമാനാകുന്നത് എങ്ങനെ? സാധ്യമല്ല എന്നുള്ള പരോക്ഷമായ ഒരു അർത്ഥത്തിലാണ് ഇയ്യോബ് പറയുന്നത്. മനുഷ്യൻ വിചാരിച്ചാൽ ദൈവസന്നിധിയിൽ ദൈവത്തോടുള്ള ഒരു ബന്ധത്തിലേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ബന്ധത്തിലേക്ക് വരാൻ സാധ്യമല്ല എന്നാണ് അവിടെ ഇയ്യോബ് പറയുന്നത്. നമുക്ക് 143-ാം സങ്കീർത്തനം 2-ാമത്തെ വാക്യം വായിക്കാം. അടിയനെ ന്യായവിസ്താരത്തിൽ പ്രവേശിപ്പിക്കരുതേ, ജീവനുള്ളവൻ ആരും തിരുസന്നിധിയിൽ നീതിമാനാകയില്ലല്ലോ. ദാവീദ് തന്നെ പറയുകയാണ്, ദൈവസന്നിധിയിൽ നീതിമാൻ ആരുമില്ലല്ലോ, ആർക്കും നീതിമാനാകാൻ സാധ്യമല്ലല്ലോ എന്നാണ് ദാവീദ് പോലും പറയുന്നത്. അപ്പോൾ ഇയ്യോബ് പറയുന്നു നീതിമാനാകാൻ സാധ്യമല്ല, ദാവീദ് പറയുന്നു നീതിമാനാകാനായിട്ട് സാധ്യമല്ല എന്ന്. എന്നാൽ ഈ ദാവീദ് തന്നെ 4-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. 4-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. എൻ്റെ നീതിയായ ദൈവമേ, ഓ മൈ ഗോഡ്, യു ഹാവ് ഡിക്ലെയർഡ് മീ പെർഫെക്റ്റ്. അവിടെ ദാവീദ് പറയുകയാണ്, ഓ നീതിയായ ദൈവമേ, ഓ മൈ ഗോഡ്, യു ഹാവ് ഡിക്ലെയർഡ് മീ പെർഫെക്റ്റ്. ദാവീദ് തന്നെ പറയുന്നു, ജീവനുള്ള ദൈവം എന്നെ ഒരു നീതിമാനെന്ന് മുദ്ര കുത്തിയിട്ടുണ്ടെന്ന്. കാരണം ദാവീദ് നീതിമാനാകാൻ സാധ്യമല്ല എന്ന് പറയുന്ന ദാവീദ് നീതിമാനെന്ന് മുദ്രയേറ്റതായിട്ടും പറയുന്നതായി നമുക്ക് കാണാം. രണ്ടും ശരിയാണ്. ദാവീദിൻ്റെ ജീവിതത്തിൽ പാപം പറ്റിയതിന് ശേഷമുള്ളതായ കാര്യത്തിൽ ആ പാപം സംബന്ധിച്ച് ദൈവം ദാവീദിൻ്റെ അകൃത്യം മാച്ചു കൊടുത്തു, അകൃത്യം ക്ഷമിച്ചു കൊടുത്തു. അങ്ങനെയൊരു പാപം ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നതായ അവിഹിതമായ ഒരു വീഴ്ച മൂലമുള്ളതായ പാപം ദൈവം അത് കാണാതെ വണ്ണം മാച്ചു കളഞ്ഞു. അതാണ് ദാവീദ് പറയുന്നത്, യു ഹാവ് ഡിക്ലെയർഡ് മീ പെർഫെക്റ്റ്. ദൈവം എന്നെ നീതിമാനായിട്ട് കണക്കാക്കിയെന്ന്. പ്രിയപ്പെട്ടവരെ, അതിശയമല്ലേ? അതിശയം തന്നെ. കാരണം ഇത്രയും വലിയ പാപത്തിൽ വീണ ദാവീദ് ഇപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഉള്ള വേദനകളാണ് ദാവീദിൻ്റെ 3-ാം സങ്കീർത്തനവും 4-ാം സങ്കീർത്തനവും എല്ലാം. പാപത്തിൻ്റെ ഫലമായിട്ട് കുടുംബത്തിലുണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ, അസ്വസ്ഥതകൾ ഇതെല്ലാം അനുഭവിക്കുമ്പോഴും ദാവീദ് പ്രാർത്ഥിക്കുന്നത്, ജീവനുള്ള ദൈവം എന്നെ കുറ്റമില്ലാത്തവനെന്ന് മുദ്ര കുത്തിയിട്ടുണ്ടെന്ന്. അതാണ് വിശ്വാസിയുടെ പ്രാഗൽഭ്യം എന്ന് പറയുന്നത്. ഞാൻ പാപം ചെയ്തതാണ്, പക്ഷേ ഞാൻ എൻ്റെ ഹൃദയം തുറന്ന് എൻ്റെ കർത്താവിനോട് ഏറ്റു പറഞ്ഞു, അവൻ എൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. 51-ാം സങ്കീർത്തനവും 32-ാം സങ്കീർത്തനവും 39-ാം സങ്കീർത്തനമെല്ലാം ഇതേ പാപം സംബന്ധിച്ച് ദാവീദ് പാടിയ സങ്കീർത്തന ഗീതങ്ങളാണ്. എന്നാൽ ഇവിടെ ദാവീദ് പറയുന്നു, ദൈവം എന്നെ ആ പാപം സംബന്ധിച്ച് ഞാൻ നീതിമാനാണ്, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. പാപം ചെയ്ത ദാവീദ് സമാധാനത്തോടെ ഉറങ്ങുമെന്നാണ് പറയുന്നത്. ഇത്രയും അലങ്കോലപ്പെട്ട സാഹചര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും എനിക്കിപ്പോൾ ഉറങ്ങാൻ സാധിക്കും. കാരണം ദൈവത്തിലുള്ള വിശ്വാസം, ജീവനുള്ള ദൈവം എന്നെ കഴിയുമെന്നുള്ളതായ വിശ്വാസം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പാപത്തിൽ ജീവിച്ച് പാപത്തിൽ വീണ് വിഷമിക്കുന്ന ഒരു വ്യക്തിയാണോ? ഒരു കാര്യം ഉറപ്പാണ് കേട്ടോ, നിങ്ങളെ ശുദ്ധീകരിക്കാൻ ദൈവത്തിന് മനസ്സാണ്. നിങ്ങളെ കഴുകിയെടുക്കുവാൻ ജീവനുള്ള ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി മരിച്ചിട്ടുണ്ട് എന്നുള്ള സത്യം നിങ്ങളുടെ മുമ്പിൽ ഒരു യാഥാർത്ഥ്യമാക്കി തരികയാണ്. നിങ്ങളിനിയും ഉറങ്ങാതെ കിടക്കേണ്ട കാര്യമില്ല. കഴിഞ്ഞകാല പാപത്തെക്കുറിച്ച് നിങ്ങളുടെ ഉറക്കം കെടുത്തേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വിശ്വാസത്തിലേക്ക് വരാം, ക്രിസ്തുവിലേക്ക് വരാം. കർത്താവായ യേശുവിനോട് നിങ്ങളുടെ ഹൃദയം തുറന്ന് നിങ്ങൾക്ക് സംസാരിക്കാം. നിങ്ങൾക്ക് പറയാനുള്ളതെല്ലാം പറയാം. അവനോട് നിങ്ങൾക്ക് സ്വകാര്യം പറയാം. നിങ്ങളുടെ ഹൃദയം അവന് കൈമാറി കൊടുക്കാം. നിങ്ങൾക്ക് നല്ല സമാധാനമുള്ള ഉറക്കം ലഭിക്കുമെന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ അതേ സമയം തന്നെ ദാവീദ് പറയുന്നു, കുറ്റമില്ലാത്തവൻ ആരാണുള്ളത് ദൈവത്തിൻ്റെ മുമ്പാകെ?
എന്ന് വെച്ചാൽ ഒരു പാപം ദൈവം ക്ഷമിച്ച് കിട്ടിയതാണ് ദാവീദ് അനുഭവിച്ചത്. സമ്പൂർണമായും ദൈവം കഴുകിയതായ ഒരനുഭവത്തെക്കുറിച്ച് പഴയ നിയമ വിശുദ്ധന്മാർക്ക് പരിചയമുണ്ടായിരുന്നില്ല. സമ്പൂർണമായ ആളത്വത്തെ ദൈവം കഴുകി, അകവും പുറവും കഴുകി, മനുഷ്യൻ്റെ അവയവങ്ങളെ കഴുകി, കുറ്റമില്ലായ്മയിലെ കൈകളെ കഴുകി എന്നെല്ലാം പറയുന്നു. അവയവങ്ങളും കഴുകി, മനുഷ്യൻ്റെ മനസാക്ഷി പോലും കഴുകപ്പെട്ടതായ ഒരു ശുദ്ധീകരണത്തെക്കുറിച്ചാണ് പുതിയ നിയമത്തിൽ ദൈവത്തിൻ്റെ വചനം നമുക്ക് വാഗ്ദത്തം തരുന്നത്. മനുഷ്യൻ്റെ അവയവങ്ങളെയോ ഇന്ദ്രിയങ്ങളെയോ മാത്രമല്ല, അവൻ്റെ മനസാക്ഷിയെപ്പോലും കഴുകിയെടുക്കുന്നതായ ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തം. അതാണ് റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിലാണ് ഈ നീതിമാനാകുന്നതിൻ്റെ രഹസ്യം എന്താണെന്ന് അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. ജന്മനാ നീതിമാൻ ആരുമില്ല. ജന്മനാ നീതിമാനായവൻ ആരും തന്നെയില്ല. പാപം കൂടാതെ ജനിച്ച് പാപം കൂടാതെ ജീവിച്ച ഒരു മനുഷ്യനെയും നമുക്ക് വേദപുസ്തകത്തിൽ കാണാനില്ല. ജന്മനാ വിശുദ്ധനായവൻ ആരുമില്ല. നാം വേദപുസ്തകത്തിൽ വിശുദ്ധന്മാരെക്കുറിച്ച് വായിക്കുന്നുണ്ട്. അവരെല്ലാം ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവായ യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച വിശുദ്ധന്മാരെയാണ് നാം പുതിയ നിയമത്തിൽ കാണുന്നത്. പഴയ നിയമത്തിലേക്ക് നാം വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ ലഭിച്ചിട്ട് സമർപ്പണമെടുത്ത് ജീവിച്ച വിശുദ്ധന്മാരെയാണ് നാം പഴയ നിയമത്തിൽ കാണുന്നത്. പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ വിശ്വാസത്താലുള്ള നീതീകരണമാണ് കാണുന്നത്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലേക്ക് അവർ വന്നു. ഒന്നുകൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. റോമർ 3-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുവിനെ സമീപിക്കുന്നതായ ഒരു പാപിയുടെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. ഒരു പാപി കർത്താവിനെ സമീപിക്കുമ്പോൾ എന്താണ് ലഭിക്കുന്നത്? അവൻ്റെ പാപം ക്രിസ്തു കഴുകിക്കൊടുക്കുന്നു. ക്രിസ്തുവിൻ്റെ രക്തം മനുഷ്യൻ്റെ പാപം ക്രിസ്തുവിൻ്റെ മേലായിത്തീരുന്നു. ഒരു മനുഷ്യൻ, പാപിയായ മനുഷ്യൻ കർത്താവായ യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് അവൻ്റെ പാപം ഏറ്റുപറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് പാപം ഏറ്റുപറയുന്ന അനേക ക്രൈസ്തവരുണ്ട്. പാപം ഏറ്റുപറയുമ്പോൾ എങ്ങനെയാണ് പാപമോചനം കിട്ടുന്നതെന്ന് അവർക്ക് നിശ്ചയമില്ല. അവരേതെങ്കിലും പുരോഹിതൻ്റെ അടുക്കലോ അല്ലെങ്കിൽ ആത്മീയമായ ഗുരുക്കന്മാരുടെ അടുക്കലോ പാപം ഏറ്റുപറയാറുണ്ട്. പക്ഷേ ഏറ്റുപറയുമ്പോൾ എങ്ങനെയാണ് പാപമോചനം ലഭിക്കുന്നത്? അതിൻ്റെ വ്യവസ്ഥ എന്താണ്? അതാണ് അധികം പേർക്ക് അറിഞ്ഞുകൂടാത്തത്. നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ എന്താണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ? പാപം ക്ഷമിച്ച് കിട്ടുന്നതിന് ചില വ്യവസ്ഥകളുണ്ട്. ഒന്നാമത്തെ വ്യവസ്ഥ എന്താണ്? നമുക്കറിയാം. 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 9-ാമത്തെ വാക്യം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. ഏറ്റുപറയുക എന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്തതാണെന്ന് എൻ്റെ സ്വന്തം നാവ് കൊണ്ട് ഞാൻ പറയണം. ഏറ്റുപറയുക എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. ഞാനത് ചെയ്തതാണ്, ആ പ്രവൃത്തി ഞാൻ ചെയ്തതാണ്, ആ മനോഭാവം എൻ്റെ ഉള്ളിൽ വന്നതാണ്, ആ ചിന്ത എന്നിൽ വന്നതാണ്. അത് വാഗൊണ്ട് ഏറ്റുപറയണം. ക്രിസ്തുവിൻ്റെ രക്തമാണ് നമ്മുടെ പാപത്തെ കഴുകുന്നത് എന്ന് നാം ഇവിടെ വായിക്കുന്നു. രണ്ടാമത്, ഇനിമേൽ പാപം ചെയ്യുകയില്ല എന്ന് നാം ഏറ്റുപറയണം. പാപക്ഷമയുടെ വ്യവസ്ഥകൾ മനസ്സിലാക്കാതെയാണ് അനേകരും ഇന്ന് പാപക്ഷമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഒന്നാമത്, പാപം ഏറ്റുപറയണം. രണ്ടാമത്, ഇനിമേലത് ചെയ്യുകയില്ല എന്നുള്ള വ്യവസ്ഥയോടെ വേണം ഏറ്റുപറയാനായിട്ട്. ഇനിമേൽ പാപം ചെയ്യരുത്. കരുണയുള്ള കർത്താവായ യേശു മഗ്ദലന മറിയാവിനോട് പറഞ്ഞു, കുളക്കരയിൽ കിടന്ന ആ തളർവാദ രോഗിയോട് പറഞ്ഞു, നിനക്ക് അധിക ശിക്ഷ വരാതിരിപ്പാൻ ഇനിമേൽ പാപം ചെയ്യരുത്. മൂന്നാമത്, നമ്മുടെ പാപം ക്ഷമിച്ച് കിട്ടണമെങ്കിൽ നാം മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ നാം ചെല്ലുന്നു. കർത്താവേ, ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് പാപം ചെയ്തിട്ടുള്ളവരുടെ പാപങ്ങളും നീ ഞങ്ങൾക്ക് ക്ഷമിച്ചു തരണമേ എന്നാണ് പരിശുദ്ധ കുർബാനയിൽ ആചാര്യൻ പ്രാർത്ഥിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരോട് നാം ക്ഷമിക്കാതെ നമ്മുടെ പാപം ക്ഷമിച്ച് കിട്ടുകയില്ല.
നാം ഏറ്റുപറയുന്നവരാണെങ്കിൽ പോലും നിങ്ങളുടെ പാപം ക്ഷമിച്ച് കിട്ടണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവരായിരിക്കണം, ക്ഷമിച്ചവരായിരിക്കണം. നാലാമതായിട്ട്, പാപം ക്ഷമിക്കാനുള്ള വ്യവസ്ഥ എന്താണ്? നിങ്ങൾ ഏറ്റുപറയുന്നത് കൊണ്ടോ നിങ്ങൾക്ക് അതുപോലെ ഒരു ദാഹം ഉണ്ടായതുകൊണ്ടോ മാത്രമല്ല പാപം ക്ഷമിച്ച് കിട്ടുന്നത്. പാപം ക്ഷമിച്ച് കിട്ടാനുള്ള വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. അതാണ് 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യം നമുക്കൊന്ന് വായിച്ചു നോക്കാം. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഏറ്റുപറയുന്നത് കൊണ്ടോ ഇനിമേൽ പാപം ചെയ്യില്ല തീരുമാനിക്കുന്നത് കൊണ്ടോ മാത്രം പാപം ക്ഷമിച്ച് കിട്ടുകയില്ല. പാപം ക്ഷമിച്ച് കിട്ടാനുള്ള അടിസ്ഥാനം ഒരു പ്രായശ്ചിത്ത ബലി. 2000 കൊല്ലം മുമ്പ് കാൽവരിയിൽ കർത്താവായ യേശുക്രിസ്തു പാപത്തിന് പ്രായശ്ചിത്തമായിട്ട് അവിടെ തകർക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് അതിൻ്റെ വ്യവസ്ഥ എന്ന് പറയുന്നത്. നാം ഏറ്റുപറയുന്നത് കൊണ്ട് മാത്രമല്ല, അതെല്ലാം ക്രിസ്തുവിൻ്റെ രക്തം അവിടെ നിൽക്കുന്നു. ക്രിസ്തു നമുക്ക് വേണ്ടി പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുന്നു. ഞാൻ ഏറ്റുപറയേണ്ട വ്യക്തിയോടല്ല, ഞാൻ ഏറ്റുപറയുമ്പോൾ പുത്രൻ തമ്പുരാൻ എനിക്ക് വേണ്ടി പിതാവിനോട് അതിന് അഭയാചന ചെയ്യുന്നു, മധ്യസ്ഥത വഹിക്കുന്നു. പിതാവേ, ഇവൻ്റെ പാപം ക്ഷമിച്ചു കൊടുക്കണമേ എന്ന്. അതാണ് പാപമോചനത്തിൻ്റെ വ്യവസ്ഥ. ഇത് മനസ്സിലാക്കാതെ പാപമോചനം ലഭിച്ചവൻ പോലും അവൻ്റെ പാപം എങ്ങനെയാണ് കഴുകിക്കിട്ടതെന്ന് മനസ്സിലാക്കാതെ ഇന്ന് അനേകരും വലയുന്ന ഒരു വ്യവസ്ഥയാണുള്ളത്. പ്രിയപ്പെട്ടവരെ, നീതിമാൻ പച്ചയില പോലെ തഴയ്ക്കും. അതാണ് നമ്മുടെ ചിന്താവിഷയം. പച്ചയില പോലെ തഴയ്ക്കും. എന്താണ് പച്ചയില പോലെ തഴയ്ക്കുക എന്ന് പറഞ്ഞാൽ, ഒരു വൃക്ഷത്തിൽ ഒരു പച്ചയില ഉണ്ടാകുന്നത് ഒരത്ഭുതമല്ല. ഒരു നട്ടുവളരുന്ന വൃക്ഷത്തിൽ ഒരു പച്ചയില ഉണ്ടാകുന്നത് ഒരത്ഭുതമാണോ? അതൊരു സ്വാഭാവിക വളർച്ചയാണ്. അതൊരു അത്ഭുതകരമായ കാര്യമല്ല. ഒരു വിശ്വാസിയുടെ വളർച്ച എന്ന് പറയുന്നത് മിറക്കിളല്ല, അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അത് സ്വാഭാവികമായ കാര്യമാണ്. വേദപുസ്തകത്തിൽ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ട്. യേശുക്രിസ്തു സാക്ഷാൽ ദൈവോത്തരനാണെന്ന് തെളിയിക്കേണ്ടതിന് വേണ്ടി അത്ഭുതം ചെയ്തിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളിൽ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. അത് കർത്താവായ യേശു ജീവിക്കുന്നു എന്നുള്ളതിന് അത്ഭുതങ്ങളായിട്ട് അവൻ നടത്തിയിട്ടുണ്ട്. ഇന്നും അത്ഭുതങ്ങളുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം ഓർപ്പിക്കുന്നു, ഒരു വിശ്വാസി, മനസ്സാന്തരപ്പെട്ടൊരു വിശ്വാസി ഒരു വൃക്ഷത്തിൻ്റെ പച്ചയില പോലെ വളർന്നു വരും. ഒരു വൃക്ഷത്തിൽ ഇല വളർന്നതുപോലെ സ്വാഭാവികമായും അവൻ്റെ ഹൃദയം മാറി മാറി വരും. അവൻ്റെ ചിന്തകൾ നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അവൻ്റെ ആഗ്രഹങ്ങൾ മാറിക്കൊണ്ടിരിക്കും. അവൻ കൂടുതൽ കൂടുതൽ കഴികൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അവന് പഠിക്കാനുള്ള ബുദ്ധി ലഭിച്ചുകൊണ്ടിരിക്കും. അവൻ കാര്യപ്രാപ്തിയുള്ളവനായി മാറിക്കൊണ്ടിരിക്കും. അന്ന് വരെ അസാധ്യമായിരുന്നത് അവന് സാധ്യമായിക്കൊണ്ടിരിക്കും. ഒരു സ്വാഭാവികമായ വളർച്ച. പച്ചയില പോലെ വളരും. നീതിമാൻ പച്ചയില പോലെ തഴയ്ക്കും. പ്രിയപ്പെട്ടവരെ, രണ്ടാമത് നമുക്ക് തിരുവചനത്തിലേക്ക് നോക്കാം. അപ്പോസ്തലനായ ഭാഗ്യവാനായ പൗലൂസിൻ്റെ വളർച്ച നമുക്ക് നോക്കാം. മനസ്സാന്തരപ്പെട്ടു, ശരി തന്നെ. പക്ഷേ തൻ്റെ ഓട്ടമോട് തേക്കുന്ന കാലത്ത് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നുണ്ടല്ലോ. അപ്പോസ്തലൻ്റെ ആരംഭം നമുക്കറിയാം. എങ്ങനെയാണ് ആരംഭിച്ചത്? ഒരു ക്രിസ്തുവിനെ ഉപദ്രവിക്കുന്ന ഒരാളായിട്ട് ആരംഭിച്ചു. മനസ്സാന്തരപ്പെട്ടു. നീതിയുടെ കിരീടം പ്രാപിച്ച് അപ്പോസ്തലൻ അവസാനിക്കുന്നതായിട്ട് നമുക്ക് വായിക്കാം. പക്ഷേ അതിനിടയിലൊരു സംഭവമുണ്ട്. 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ഈ വളർച്ചയുടെ ഇടയിലൊരു സംഭവമുണ്ട്. എന്താണ് ആ സംഭവം? നമുക്കറിയാമല്ലോ. 2 കൊരിന്ത്യർ 12:7. വെളിപാടുകൾ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിപ്പാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ വളർച്ചയുടെ ഇടയിൽ ഒരു ശൂലത്തിൻ്റെ വേദനയുണ്ട്. വളർച്ചയുടെ ഇടയിൽ ഒരു ശൂലത്തിൻ്റെ വേദനയുണ്ട്. ആ ശൂലം മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. നോ മിറാക്കിൾ, ഒരത്ഭുതവും നടന്നില്ല. പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതം ആരംഭിച്ച് മനസ്സാന്തരപ്പെട്ട് ആത്മാവിൽ വളർന്നു വരുന്ന എൻ്റെ സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, എപ്പോഴും നാം വിചാരിക്കുന്ന പോലെയുള്ള അത്ഭുതങ്ങളോ സൗഖ്യങ്ങളോ
ജീവിതത്തിലേക്ക് വന്നു ചേരണമെന്നില്ല. ദാവീദിൻ്റെ ഒരു അനുഭവം നമുക്ക് വായിക്കാം. 1 ശമൂവേലിൻ്റെ പുസ്തകം 23-ാം അധ്യായം 12-ാം വാക്യം വായിക്കാം. ദാവീദ് പിന്നെയും കെയില പൗരന്മാർ എന്നെയും എൻ്റെ ആളുകളെയും ശൗലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ എന്ന് ചോദിച്ചു. അവർ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് യഹോവ അരുളി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ദാവീദ് ദൈവത്തോട് ചോദിക്കുക, ദൈവമേ, എന്നെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? കെയിലാന്റെ ദേശത്ത് ദാവീദ് പെട്ടിരിക്കുകയാണ്. കോട്ടകളുള്ള സ്ഥലമാണ്. എൻ്റെ ശത്രുവായ ശൗൽ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുമോ? ദാവീദിൻ്റെ പ്രതീക്ഷ, ദൈവം പറയും ഏൽപ്പിച്ചു കൊടുക്കൂല, ഞാൻ നിന്നെ കാക്കുമെന്നാണ് ദാവീദ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ മറുപടി എന്തായിരുന്നു? അവർ ഏൽപ്പിച്ചു കൊടുക്കുമെന്ന് യഹോവ അരുളി ചെയ്തു. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നോ മിറാക്കിൾ, നോ മിറാക്കിൾ. ദൈവം പറഞ്ഞു കഷ്ടങ്ങളിൽ കൂടെ പോയേ മതിയാവുകയുള്ളൂ. ദൈവം ദാവീദിനോട് പറഞ്ഞു കഷ്ടങ്ങളിലൂടെ പോകണം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല എന്നെല്ലാം പാട്ടുകാരൻ പാടുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. നാം പ്രതീക്ഷിക്കുന്ന അത്ഭുതങ്ങൾ എന്നും നടക്കണമെന്നില്ല. നാം പ്രതീക്ഷിക്കുന്ന പോലുള്ള വിടുതൽ എന്നും ഉണ്ടാകണമെന്നില്ല. നീതിമാൻ പച്ചയില പോലെ തഴയ്ക്കും. ഒരു സ്വാഭാവിക വളർച്ചയാണ് എപ്പോഴും നാം പ്രതീക്ഷിക്കേണ്ടത്. കാത്തിരുന്ന് ദൈവത്തോട് ചേർന്ന് വളരുക. ദൈവം തരുന്ന അനുഭവത്തിലൂടെ നാം സന്തോഷത്തോടെ നടക്കുക. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. അത് ദൈവത്തിൻ്റെ വചനമാണ്. പക്ഷേ അതേ സമയം തന്നെ ചില ശൂലങ്ങൾ, ചില കഷ്ടതകൾ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമാണ്. ജോൺ മനി എന്ന ദൈവദാസൻ സ്വർഗത്തെക്കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, സ്വർഗവും നരകവും. അതിനകത്ത് അദ്ദേഹം പറയും, ഭാഗ്യവാനായ പൗലൂസ്, സ്വർഗത്തിലെത്തിയ പൗലൂസ് ചെയ്യുന്നതായ കാര്യം എന്താണെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. സ്വർഗത്തിലെത്തിയ പൗലൂസ് ദൈവസിംഹാസനത്തിന് മുമ്പിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുന്ന, നന്ദി പറയുന്ന ഒരേ ഒരു കാര്യം ഈ 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യമാണ്. അവിടെ ചെന്ന് സ്വർഗത്തിലിരുന്നു കൊണ്ട് പൗലൂസ് ധ്യാനിക്കുന്നത്, കർത്താവേ, നീ എനിക്കൊരു ശൂലം തന്നല്ലോ, അതിനായി നിന്നെ സ്തുതിക്കുന്നു. ഞാൻ ഭൂമിയിലായിരുന്ന കാലത്ത് നീ എനിക്കൊരു ശൂലം തന്നല്ലോ, അതുകൊണ്ടാണ് ഞാനിവിടെ എത്തിയത്. ആ ശൂലമില്ലായിരുന്നെങ്കിൽ ഞാനൊരു നിഗളിയായി പോയേനെ. ആ ശൂലമില്ലായിരുന്നെങ്കിൽ ഞാനൊരു അഹങ്കാരിയായി പോയേനെ. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നീതിമാൻ പച്ചയില പോലെ തഴയ്ക്കും. രക്ഷിക്കപ്പെട്ട ദൈവവേദലേ, നിനക്കൊരു വളർച്ചയുണ്ട്. ഒരുപക്ഷേ നിനക്കിപ്പോൾ തളർച്ചയുടെ കാലമായിരിക്കാം. നീ പ്രതീക്ഷിക്കുന്നത് പോലെയല്ല, പ്രതീക്ഷിക്കാത്ത ഒരു ക്ഷീണമെല്ലാം നിനക്കുണ്ടായിരിക്കാം. ചില രോഗങ്ങളുണ്ടായിരിക്കാം. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, നിന്റെ തലയിലെ രോമങ്ങൾ പോലും എണ്ണി നിശ്ചയിച്ച ദൈവം നിന്നെ മറന്നു പോകില്ല, നിന്നെ കൈവിടില്ല. നിന്നെ സ്വർഗത്തിലെത്തിക്കാനുള്ള അവൻ്റെ പ്ലാനും പദ്ധതിയും അവൻ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നിന്നെ മറന്നിട്ടല്ല, നിന്റെ നന്മയ്ക്ക് വേണ്ടി അവൻ നിന്നെ സാവകാശം വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. 2-ാമതായി നമുക്ക് വായിച്ചു നോക്കാം. ഒരു വൃക്ഷത്തിൽ ഇലയുണ്ടാകുന്നത് എന്താണെന്ന് നിശ്ചയമുണ്ടോ? നീതിമാൻ പച്ചയില പോലെ തഴയ്ക്കും. ഒരു വൃക്ഷത്തിൽ എന്നാണ് ഇലയുണ്ടാവുക? ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? ഇന്ന ദിവസം ഇന്ന സമയത്ത് ഇലയുണ്ടാകുമെന്ന് നമുക്ക് പറയാൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് കാത്തിരിക്കാൻ മനസ്സ് വേണം, കാത്തിരിക്കാൻ മനസ്സ് വേണം. അബ്രാഹാം 100 കൊല്ലം കാത്തിരുന്നു. മോശ 80 കൊല്ലം കാത്തിരുന്നു. ദാനിയേൽ 40 കൊല്ലം കാത്തിരുന്നു. പ്രിയപ്പെട്ടവരെ, കാത്തിരിക്കാനുള്ള മനസ്സ് വേണം. അബ്രാഹാം 100 കൊല്ലം കാത്തിരുന്നിട്ടാണ് അബ്രാഹാമിന് ദൈവം വാഗ്ദാനം ചെയ്തതും അവൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു കുടുംബം കിട്ടിയത്. മോശ 80 കൊല്ലം കാത്തിരുന്നതിന് ശേഷമാണ് ജീവനുള്ള ദൈവത്തോട് അടുത്തതായ ഒരു ബന്ധത്തിലേക്ക് വന്നത്. ദാവീദിനും 40 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ദൈവം ഭാവി തരുന്നവനാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 56-ാം അധ്യായം 1-3 വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എൻ്റെ രക്ഷ വരുവാനും എൻ്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കിയാൽ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പിൻ. 3-ാമത്തെ വാക്യം. യഹോവയോട് ചേർന്നിട്ടുള്ള അന്യജാതിക്കാരൻ യഹോവ എന്നെ തൻ്റെ ജനത്തിൽ നിന്ന് അശേഷം വേർപെടുത്തുമെന്ന് പറയരുത്. ഷണ്ണനും ഞാനൊരു ഉണങ്ങിയ വൃക്ഷമെന്ന് പറയരുത്. ദൈവമക്കളെ, അതുമാത്രം പറയരുത്. ഞാനൊരു ഉണങ്ങിപ്പോയി,
എനിക്കിനി കൂമ്പ് വരില്ല, എനിക്കിനി ഭാവിയില്ല, അതുമാത്രം നമ്മുടെ നാവിൽ നിന്ന് വരരുത്. നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നെങ്കിൽ, ഒരു രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുന്നെങ്കിൽ, ഞാനൊരു ഉണങ്ങിയ മരമാണെന്ന് ആരും ഒരിക്കലും പറയരുത്. ഒരു ഷണ്ണൻ പോലും പറയരുതെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ദൈവമക്കളെ, ഒരിക്കലും ഒരു നിരാശയുടെ വാക്ക് വരാതെ നാം സൂക്ഷിക്കണം. നമ്മുടെ വിശ്വാസത്തിൽ നാം നിലനിൽക്കണം, നമ്മുടെ ബന്ധത്തിൽ നാം നിലനിൽക്കണം, കർത്താവായ യേശുവിനോട് പറഞ്ഞ വാക്കിൽ നാം നിലനിൽക്കണം. ദൈവത്തിന് സ്തോത്രം. എന്താണ് ഇതിൻ്റെ എല്ലാം അർത്ഥം? ദാവീദ് പ്രകാരം പറയും, 5-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ, യഹോവേ, എൻ്റെ വാക്കുകൾക്ക് ചെവി തരയണമേ, എൻ്റെ ധ്യാനത്തെ ശ്രദ്ധിക്കണമേ. ജീവനുള്ള ദൈവത്തോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ. അതാണ് എൻ്റെ ഇംഗ്ലീഷിലർത്ഥം. ദൈവമക്കളെ, നിങ്ങൾക്ക് ഭാവി വേണമോ? നിങ്ങൾ ദൈവത്തോട്, ജീവനുള്ള ദൈവത്തോട് മാത്രം പ്രാർത്ഥിക്കുക. സങ്കീർത്തനം 16 പറയും, നീ ഒഴികെ എനിക്ക് ഒരു നന്മയുമില്ല. യോഹന്നാന്റെ സുവിശേഷം 14 പറയും, എൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. യോശുവ പറയുന്നു, ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. രൂത്ത് പറയുന്നു, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ദൈവമാരാണെന്ന് എനിക്കറിയാം. എന്നെ വീണ്ടെടുത്ത ദൈവത്തെ എനിക്കറിയാം. നിസ്സാര മനുഷ്യനറിയാം. ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചു. പണ്ട് കാലത്ത് എനിക്ക് ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാൻ നിശ്ചയമില്ലായിരുന്നു. ഞാൻ ഉദ്ദേശിച്ച കാര്യം നടന്നതിൽ നിരാശ വരുമായിരുന്നു. ഇപ്പോൾ ഞാൻ കാത്തിരിക്കാൻ പഠിച്ചു, കാത്തിരുന്ന് പ്രാർത്ഥിക്കാൻ പഠിച്ചു, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാൻ പഠിച്ചു, നിരാശ കൂടാതെ പ്രാർത്ഥിക്കാൻ പഠിച്ചു. എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കും എന്നാണെന്ന് എനിക്ക് ഉറപ്പില്ല. ഒരു കാര്യം, ഇതുവരെയും എന്നെ കൊണ്ടുവന്ന ദൈവം എന്നെ കൈവിടുകയില്ല എന്നുള്ള ഉറപ്പ് മാത്രമേ എനിക്കുള്ളൂ. പ്രിയ ദൈവത്തിലെ, നിനക്കൊരു രക്ഷകനുണ്ട്, നിനക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. പച്ചയില പോലെ നീ തഴയ്ക്കും, നീ സാവകാശം വളർന്നു വരും. പടിപടിയായി ദൈവം നിന്നെ ഉയർത്തും. നിൻ്റെ കൂമ്പടഞ്ഞു പോയിട്ടില്ല, നിൻ്റെ വിദ്യാഭ്യാസം തീർന്നു പോയിട്ടില്ല, നിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോയിട്ടില്ല, നിൻ്റെ ജീവൻ്റെ പുസ്തകത്തിൽ നിനക്കുള്ള ബന്ധം ഇല്ലാതായിട്ടില്ല. അവിടെ ഇവനെ വിശ്വസിക്കൂ. അവൻ കാൽവരിയിൽ നിനക്ക് വേണ്ടി ജീവൻ തന്നവൻ മറക്കുന്നവനല്ല, മറന്നു കളയുന്നവനല്ല, അവൻ നിന്നെ എറിഞ്ഞു കളയുന്നവനല്ല. അവൻ ഷണ്ണനോട് പോലും പറയുന്നു, ഒരുണങ്ങിയ വൃക്ഷമാണെന്ന്. കുഞ്ഞെ, നീ ഒരിക്കലും പറയരുത്, ഞാൻ ഒരിക്കലും ജയിക്കില്ല, ഞാൻ ഒരിക്കലും എനിക്കൊരു ജോലി കിട്ടില്ല, എനിക്കൊരു കുഞ്ഞുണ്ടാവില്ല, എനിക്ക് ഭാവി ഉണ്ടാവില്ല, എനിക്ക് കയറി കിടക്കാനൊരു വീടുണ്ടാവില്ല, ഞാൻ സ്വർഗത്തിൽ പോകില്ല, എൻ്റെ കോപം മാറില്ല, എൻ്റെ നീരസം മാറില്ല, എൻ്റെ മദ്യപാനം മാറില്ല. ഇപ്രകാരമുള്ള നിരാശ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് പ്രിയപ്പെട്ടവരെ. കാരണം നീതിമാൻ പച്ചയില പോലെ തഴയ്ക്കും. തക്ക സമയത്ത് വിടുവിക്കാൻ ഒരു യേശുവുണ്ട്. അവൻ കാൽവരിയിൽ ജീവൻ തന്നവനാണ്. അവനായി നിങ്ങളുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ പ്രിയപ്പെട്ടവരെ? എങ്കിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, താഴ്ത്തപ്പെട്ട കർത്താവേ, ജീവിതം കൈമാറാൻ എനിക്കൊരാഗ്രഹമുണ്ട്. അവിടുന്ന് ഈ ജീവിതത്തെ ഏറ്റെടുക്കുമോ കർത്താവേ? ഈ പാപിയായ ജീവിതം, ഈ പാപമുള്ള അടിയൻ്റെ ജീവിതം അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്നു. യേശുവേ, അവിടുന്ന് ഏറ്റെടുക്കണമേ, അനുഗ്രഹിക്കണമേ, ഭാവി തന്ന് വളർത്തിയെടുക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരം തരുമാറാകണമേ. ആമേൻ.